ആരാകും അടുത്ത മുഖ്യമന്ത്രി? ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യമാണ്. ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതും ആരാണ് എന്നതറിയാനാണ്. എന്തായാലും ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് കടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ഇതുവരെ ഈ വോട്ടിങ്ങിന് ശേഷം പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നു. ചാനൽ ചർച്ചകളിൽ മുഖ്യ സമയവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായിരുന്നു. എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണ്. ഇതുവരെ അവകാശവാദങ്ങളായിരുന്നുവെങ്കിൽ എന്തായാലും പേരുകളിൽ മുൻതൂക്കം സ്വാഭാവിക ചോയ്സായി വരുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അങ്ങനെ വി ഡി സതീശനാണ് മുൻതൂക്കം ഉള്ളത്. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ശക്തമായ അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. AICC നേതൃത്വം ഡൽഹിയിൽ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരീക്ഷകർ ആരെന്ന തീരുമാനമൊക്കെ ഈ യോഗത്തിലുണ്ടാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ സാധ്യതകളിലേക്ക് നോക്കാം. ചരിത്ര ഭൂരിപക്ഷവുമായി അധികാരം ഉറപ്പിച്ച് വന്നതോടെ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കോൺഗ്രസ് കടന്നിരിക്കുന്നു. MLA-മാരുടെ മനസ്സറിയാൻ AICC നിരീക്ഷകർ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെത്തും. അപ്പോൾ ആരൊക്കെയാണ് ഈ നിരീക്ഷകർ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഖാർഗെയുടെ വസതിയിലാണ് യോഗം. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, ഇതിൽ ഒരു അവകാശവാദിയായ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ നേതാവ് ആരെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തെ ആരിന് നയിക്കണം എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടാരായും സോണിയാഗാന്ധിയും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അഭിപ്രായവും നിർണായകമാകാനുള്ള സാധ്യതകൾ ഒക്കെ നിലനിൽക്കുന്നു. ഈ അഭിപ്രായങ്ങളൊക്കെ തേടിയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ അന്തിമ തീരുമാനത്തിൽ എത്തുക. അല്ലെങ്കിൽ ആ അന്തിമ തീരുമാനത്തെ വലിയ രീതിയിൽ ഇവരുടെയൊക്കെ നിലപാടുകൾ സ്വാധീനം ചെലുത്തും എന്നതാണ് സൂചനകൾ. എന്തായാലും നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ തന്നെ ചരടുവലികൾ, അവകാശവാദങ്ങളൊക്കെ വലിയ സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. പിന്തുണ സമാഹരിക്കുന്നതിനുള്ള ചരടുവലികൾ സജീവമായി തന്നെ ഈ ക്ലെയിമുള്ള 3 നേതാക്കളും നടത്തുന്നു. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകൾക്കായാണ് ഗ്രൂപ്പുകൾ പിടിവലി മുറുക്കുന്നത്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം നിരീക്ഷകർ അളക്കുന്നതിന് മുന്നോടിയായി പരമാവധി ഈ ആളുകളുടെ MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ 3 നേതാക്കളും ഇപ്പോൾ നടത്തുന്നത്. 63 സീറ്റുകളിൽ ജയിച്ച് ചരിത്ര വിജയമാണ് കോൺഗ്രസ് ഇത്തവണ നേടിയിരിക്കുന്നത്. CPM-ന്റെ കോട്ടകളിലേക്ക് കടന്നു കയറിയുള്ള വിജയം പലതും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വലിയ തിളക്കമാണുള്ളത്. അപ്പോൾ ആ തിളക്കത്തിന് മങ്ങലേൽക്കാത്ത തരത്തിലുള്ള ഈ പ്രശ്ന പരിഹാരം നേതാവ് ആര് എന്ന് തെരഞ്ഞെടുക്കുന്നതിൽ, മുഖ്യമന്ത്രി ആര് എന്ന് തെരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ കെ സിയുടെ നീക്കം എന്താണ് എന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം. നിയമസഭാ കക്ഷിയിൽ വ്യക്തമായ മേധാവിത്വം ഉറപ്പാക്കി ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. ആകെയുള്ള കോൺഗ്രസ് MLA-മാരിൽ 63 പേരിൽ 46 പേരുടെയൊക്കെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദമാണ് കെ സി വിഭാഗം ഉന്നയിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ പോലും മാറി മറിയുന്ന കാഴ്ചയാണ് ഈ അവകാശവാദം നൽകുന്നത്. 10 A ഗ്രൂപ്പ് MLA-മാരിൽ 8 പേരും കെ സിയെ പിന്തുണയ്ക്കുന്നു എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഷാഫി പറമ്പിൽ കെ സി പക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചു എന്നതാണ് ഈ A ഗ്രൂപ്പിലെ പ്രധാന വോട്ടുകൾ അല്ലെങ്കിൽ MLA-മാരുടെ പിന്തുണ ഏകീകരിക്കുന്നതിൽ പ്രധാനമായത് എന്ന് കരുതുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തുമ്പോൾ ഈ ഭൂരിപക്ഷം ഔദ്യോഗികമായി അറിയിക്കാനുള്ള നീക്കമാണ്. അങ്ങനെ MLA-മാരുടെ തല എണ്ണിയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതെങ്കിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി എത്താൻ എന്നതാണ് കെ സി അനുകൂലികൾ ഉറച്ച് വിശ്വസിക്കുന്നത്. 3 സ്വതന്ത്ര MLA-മാരും വേണുഗോപാലിനൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അവരുടെ പിന്തുണയും കെ സി വേണുഗോപാലിനായിരിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിലെ പ്രാഥമിക ചർച്ചകൾക്ക് പിന്നാലെ ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ തന്നെ കേരളത്തിലെത്തും എന്നതാണ് അറിയുന്നത്. MLA-മാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഈ നിരീക്ഷകർ നേരിട്ട് ചോദിച്ചറിയും. രഹസ്യ ബാലറ്റിലൂടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ കൂടിക്കാഴ്ചയിലൂടെയോ ഒക്കെ ആയിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന രീതികൾ അതാണ്. MLA-മാരുടെ മനസ്സ് നിരീക്ഷകർ മനസ്സിലാക്കുക, അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. പരമ്പരാഗതമായി ഇതിനൊക്കെ ഒരു രീതി ഉണ്ട് എന്നതാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കെ സി വേണുഗോപാൽ സൂചിപ്പിച്ചത്. അതായത് ഇവിടെ മറ്റ് അവകാശവാദങ്ങൾ നടക്കുമ്പോഴാണ് കെ സി വേണുഗോപാൽ വളരെ വ്യക്തമായി
ഇതിന് അതിൻ്റെതായ രീതികളുണ്ട് എന്നത് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത്. എന്തായാലും ആ നിലയിൽ MLA-മാരുടെ ഇടയിൽ വലിയ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കമാണ് KC വേണുഗോപാൽ പക്ഷം നടത്തുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തെ മുന്നണി എന്ന രീതിയിൽ ഒരുമിപ്പിച്ച് നിർത്തുകയും ഓരോ അജണ്ട നിശ്ചയിക്കുകയും ടീം UDF എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും 102 അല്ലെങ്കിൽ 100-ന് പുറത്ത് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊരു പ്രഡിക്ഷൻ നടത്തുകയും അത് അതേപോലെ തന്നെ നടപ്പാക്കുകയും ചെയ്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനുണ്ട്. അത് അദ്ദേഹത്തിന് സ്വാഭാവികമായും ലഭിക്കുന്ന ഒരു പിന്തുണയും അദ്ദേഹത്തിൻ്റെ അവകാശവാദവുമാണ്. സ്വാഭാവികമായും ആ സ്ഥാനത്തേക്ക് വരേണ്ടുന്ന വ്യക്തി VD സതീശനാണ്. എന്തായാലും കോൺഗ്രസ് MLA-മാരുടെ മാത്രം വികാരം മനസ്സിലാക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ അത് മാത്രം മാനദണ്ഡമാക്കരുത് എന്നതാണ് VD സതീശൻ പക്ഷം പറയുന്നത്. അല്ലെങ്കിൽ VD സതീശൻ പറയുന്നത് ആ വികാരം മനസ്സിലാക്കുന്നതിനപ്പുറത്ത് ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി മുഖവിലക്കെടുക്കണം എന്ന നിലപാടാണ് VD സതീശൻ പക്ഷം മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഇതിനോടകം ലീഗ് തങ്ങളുടെ മനസ്സിൽ ആരാണ് എന്നതിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു. ജനവികാരം മാനിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതൊക്കെ സതീശനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ഘടകകക്ഷികളുടെ നിലപാട് ആരാഞ്ഞാൽ തനിക്ക് പിന്തുണ ഉറപ്പാക്കാൻ കഴിയും എന്നൊരു നിരീക്ഷണമാണ് VD സതീശനെ സംബന്ധിച്ചുള്ളത്. അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വെക്കുന്നു VD സതീശൻ പക്ഷം. സതീശനായി സംസ്ഥാനത്തിന്റെ പലയിടത്തും ഇന്ന് ഫ്ലെക്സുകൾ ഉയർന്നു. നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തെ ഇനി നയിക്കാൻ പോകുന്നത് VD സതീശൻ എന്ന് പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് ഉയർന്നിട്ടുള്ളത്. അതേസമയം തന്നെ കോട്ടയത്ത് KC വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ കരിയോയിൽ പ്രയോഗം നടത്തുന്നവരെയും നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കരിയോയിൽ പ്രയോഗം നടക്കുന്നത് നമ്മൾ കണ്ടു. നേതാക്കളെ മുഖ്യമന്ത്രിയായി അവരോധിച്ചുള്ള ഫ്ലെക്സ് പോരാട്ടം അങ്ങനെ ഒരു നിലയിൽ മുറുകുമ്പോൾ തന്നെയാണ് ഇതിനുള്ള ചരടുവലികൾ നേതാക്കൾ ശക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവിക ചോയ്സ് താനാണ് എന്നതാണ് VD സതീശന്റെ അവകാശവാദം. ലീഗിന്റെ പിന്തുണ, ഇതൊക്കെ സതീശന്റെ ശക്തിയാണ്. 2021 പരാജയപ്പെട്ട് കോൺഗ്രസും UDF-ഉം പ്രതിസന്ധിയിലായ കാലത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് VD സതീശൻ. പല അഭിമുഖങ്ങളിലും അദ്ദേഹം തന്നെ ഇപ്പോൾ ആവർത്തിക്കുന്നു, അന്ന് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ തന്നിൽ വിശ്വാസം അർപ്പിച്ചേൽപ്പിച്ച ദൗത്യം താൻ ഇപ്പോൾ പാലിച്ചിരിക്കുന്നു, ആ വിശ്വാസം കാത്തുസൂക്ഷിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ആ വിശ്വാസം കാത്തുസൂക്ഷിച്ച ഇവിടെ പാർട്ടിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്ന, അതും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മിന്നുന്ന വിജയം കാഴ്ചവെച്ച ഈ അവസരത്തിൽ VD സതീശനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4-ലും മുന്നണിയെ വിജയത്തിലേക്ക് നയിച്ചു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് മിന്നുന്ന തിളക്കം നേടിക്കൊടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. അതും ചരിത്രത്തിലെ മികച്ച ഒരു പ്രകടനമായിരുന്നു. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ മുന്നണിക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസം പകർന്നത്, അതിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനാണ്. സാമുദായിക സംഘടനകളോടും രാഷ്ട്രീയ സമ്മർദ്ദ ശക്തികളോടും നിലപാടിന്റെ ബലത്തിൽ കാർക്കശ്യത്തോടെ നിലകൊണ്ടത് ശക്തനായ ഒരു നേതാവ് എന്ന പ്രതിച്ഛായ സമ്മാനിച്ചു. മറുപക്ഷത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒറ്റ ഫിഗറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറച്ചു നിന്നപ്പോൾ അതിന് പോന്ന പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചുകൊണ്ടിരുന്നു. കേരളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള, കിഫ്ബി വഴിയുള്ള സാമ്പത്തിക ധൂർത്ത് തുടങ്ങിയവ വിഷയങ്ങൾ തുറന്നു കാണിച്ച് സർക്കാരിനെ എതിർക്കുന്നതിൽ മുന്നിൽ നിന്നു. നിയമസഭയിൽ ഉള്ള പെർഫോമൻസ് ഒക്കെയും VD സതീശനെ സംബന്ധിച്ച് അനുകൂല ഘടകങ്ങളാണ്. ഘടകകക്ഷികളുടെ പിന്തുണ എന്നത് അദ്ദേഹത്തിന് അനുകൂലമാണ്. അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണി എന്ന നിലയിൽ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചതിലൂടെ പൊതുജന വിശ്വാസം ആർജിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ തനിക്ക് അല്ലെങ്കിൽ പാർട്ടി വോട്ട് ചെയ്തവർക്കിടയിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന ഒരു വികാരം ഉണ്ട് എന്നതാണ് VD സതീശൻ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ലീഗിന്റെ തന്നെ അഭിപ്രായത്തിലൂടെ പുറത്തു വന്നത്. എന്നാൽ മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെയൊന്നില്ല, അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പടച്ചുവിടുന്ന കാര്യമാണ് എന്നതൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ അവകാശവാദങ്ങൾ ഒക്കെ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിരീക്ഷകർ വരുമ്പോൾ അവർക്ക് മുന്നിലേക്കൊക്കെ എത്തുന്നു. എന്തായാലും 3 നേതാക്കളും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. ഘടകകക്ഷികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള നീക്കത്തിനാണ് എന്തായാലും ഇപ്പോൾ VD സതീശൻ
പ്രാധാന്യം നൽകുന്നത്. അവരുടെ നിലപാടാരായും എന്ന് ഇന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ലീഗിൻ്റെയും അതായത് ഘടകകക്ഷികളുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമായിരിക്കും കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ ആരാകണം മുഖ്യമന്ത്രി എന്നൊരു തീരുമാനം എടുക്കുന്നത് എന്നതായിരുന്നു ഇന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണ തേടും എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വി.ഡി. സതീശന് ആശ്വാസം നൽകുന്നതായിരിക്കും. അപ്പോൾ ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമായിട്ട് വരും. അത് കോൺഗ്രസിൻ്റെ അവകാശമാണല്ലോ. കോൺഗ്രസ്സാണ് അത് മുഖ്യ കക്ഷി, കൂടുതൽ സീറ്റ് അവർക്കാണ്, ഗവർണർ അവരെയാണ് വിളിക്കുക. അപ്പോൾ അവരാണ് അതിന് ആളുകളെ നിയോഗിക്കേണ്ടത്. അത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ഞങ്ങൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം. പക്ഷേ അതിനുവേണ്ടി വലിയ പരസ്യ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു ക്ലെയിം ഉള്ളതായിട്ട് അവകാശപ്പെടാൻ കഴിയില്ലേ? അല്ല, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് UDF-നെ ശക്തിപ്പെടുത്താനും UDF-നെ അധികാരത്തിൽ കൊണ്ടുവരുവാനും നല്ല നേതൃത്വം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് തന്നെയാണല്ലോ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിൽ നിയോഗിച്ചത്. ആ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും ഒരു വിഷമമില്ല. ബാക്കി കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കട്ടെ അല്ലേ? കോൺഗ്രസ് ഘടകകക്ഷിയുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് തീരുമാനങ്ങളിലെത്തും. കൃത്യമായി അദ്ദേഹം എല്ലാ ചോദ്യത്തിലും ഘടകകക്ഷികളുടെ അഭിപ്രായം ആരായും എന്നതിൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മൾക്ക് ശ്രദ്ധിക്കാം. അത് ഇന്ന് അനുമോദ് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം അത് പറയുന്നുണ്ട്. കോൺഗ്രസ് തീരുമാനിച്ചിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന കാര്യം അദ്ദേഹം പറയുകയാണ്. അതിലാണ് സതീശന്റെ പ്രതീക്ഷ. അത് മാത്രമല്ല, ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ വരുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെ ഒരു പദവി ലഭിച്ചില്ല എങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ചില കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിയേക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. കഴിഞ്ഞ തവണ UDF അധികാരത്തിൽ വരുന്ന സമയത്തും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥാനവും ഏറ്റെടുക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വന്നില്ലെങ്കിൽ വനവാസം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ സ്ഥാനത്തിന് തന്നെയല്ല തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ചില കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിയേക്കും എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്നാൽ കർക്കശക്കാരനായ ഒരു നേതാവ് എന്ന പ്രദേശമായ വി.ഡി. സതീശനുണ്ട്. അതും ഒരു വശത്ത് ഒരു വി.ഡി. സതീശനെതിരായ വികാരം ഉണർത്തുന്നുണ്ട്. സാമുദായിക ശക്തികളെ ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന, അവരോട് ചേർന്ന് പോകുന്നതാണ് കോൺഗ്രസിന്റെ പതിവ്. അതിൽ നിന്ന് വ്യത്യസ്ത സമീപനമാണ് എന്തായാലും വി.ഡി. സതീശൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഒരു ഭരണത്തിൽ ഇരിക്കുന്ന ആൾ, അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുന്ന ആൾ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക, അതിൻ്റെ ഒരു മെയ്വഴക്കം ഉണ്ടാവുക, അതിനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നതൊക്കെ ചർച്ചയാക്കുമ്പോൾ അതൊക്കെ വി.ഡി. സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോരായ്മയായോ അല്ലെങ്കിൽ കുറവുകളായോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റ് ഇതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവർ. അപ്പോൾ നമ്മൾ കെ.സി. വേണുഗോപാലിൻ്റെയും വി.ഡി. സതീശൻ്റെയും സാധ്യതകൾ നോക്കി. ഇനി രമേശ് ചെന്നിത്തലയാണുള്ളത്. സീനിയോറിറ്റിയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. അപ്പോൾ സീനിയോറിറ്റിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള അവകാശവാദം രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ഈ സ്ഥാനത്തിനായുള്ള ഏറ്റവും വലിയ അവകാശവാദം. 26-ാം വയസ്സിൽ MLA-യും 30-ാം വയസ്സിൽ സംസ്ഥാന മന്ത്രിയുമൊക്കെയായ രമേശ് ചെന്നിത്തലയുടെ ആ കാലത്തുള്ള സമകാലികരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ പലരും പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സീനിയർ നേതാവാണ് എന്നതാണ് രമേശ് ചെന്നിത്തല അവകാശവാദമായി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ചോയ്സ് 2021 ആയിരുന്നു. പക്ഷേ അന്നത്തെ കോവിഡ് സിറ്റുവേഷൻ, പ്രത്യേക സാഹചര്യങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ അവസരം നഷ്ടപ്പെടുത്തിയതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യവും കൂടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വെക്കുന്നു. പാർട്ടിയിലെ ഏറ്റവും ഈ നേതൃത്വത്തിനോട് വിധേയപ്പെട്ടിട്ടുള്ള, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നിട്ടുള്ള നേതാവാണ്. പല അവസരങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ പോലും, അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ പോലും യാതൊരു എതിർപ്പും കൂടാതെ അതിനൊപ്പം നിന്നിട്ടുള്ള നേതാവാണ് താൻ പല ഘട്ടങ്ങളിൽ എന്ന കാര്യം അദ്ദേഹം തന്നെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കെ കരുണാകരൻ പാർട്ടി പുലർത്തി DIC രൂപീകരിച്ച ഘട്ടത്തിൽ KPCC പ്രസിഡന്റായി വന്ന് പാർട്ടിയെ കെട്ടുറപ്പോടെ സംരക്ഷിച്ചു നിർത്തിയ വ്യക്തി എന്നതും ഒരു വലിയ അവകാശവാദമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. ആഭ്യന്തരമന്ത്രിയും ദീർഘകാലം MP-യുമായിരുന്നു. 2016-ൽ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സർക്കാരിനെ അതൊക്കെ പ്രതിസന്ധിയിൽ നിർത്തിയതാണ്. പ്രതികൂലമാകുന്ന
ഘടകങ്ങളും എന്നാൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല എന്നത് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല സീറ്റ് കുറയുന്ന സാഹചര്യമുണ്ടായി. തുടർച്ചയായി 10 വർഷം അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു. ആഭ്യന്തരമന്ത്രിയായിരിക്കെ നടന്ന സോളാർ ബാർക്കോഴ കേസ് അന്വേഷണങ്ങൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയതുവരേക്കുള്ള കാര്യങ്ങൾ അതൊക്കെയും ചെന്നിത്തല നയിച്ച സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ, അതിന്റെ പരിശോധനകൾ വരുമ്പോൾ അത് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയാകുന്ന ഘട്ടവും എത്തുകയാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. അത് ഇവിടുത്തെ നിരീക്ഷകർ ആരാണ് എന്ന് തീരുമാനിക്കാനുള്ളതാണ്. MLA-മാരുടെ പിന്തുണയിൽ മുൻതൂക്കമുണ്ടെങ്കിലും ഗാന്ധി കുടുംബത്തിന്റെ മനസ്സറിയാനാണ് കേരളത്തിലെ നേതാക്കൾ ഒക്കെയും കാത്തിരിക്കുന്നത്. ഇപ്പോൾ MLA-മാരുടെ പിന്തുണ നോക്കിയാണ് പ്രധാനമായും കോൺഗ്രസിന്റെ മാനദണ്ഡം അതാണ്. എങ്കിൽ പോലും അതിനൊക്കെയും മേലെയാണ് ഗാന്ധി കുടുംബത്തിന്റെ മനസ്സ്. അപ്പോൾ അവർ എന്താണ് ചിന്തിക്കുന്നത് എന്നത് കാത്തിരിക്കുകയാണ് ഓരോ പാർട്ടി പ്രവർത്തകരും എന്ന് തന്നെ നമുക്ക് പറയാം. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നിലപാട് ഇതിൽ വളരെ പ്രധാനമായി വരും. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കെ സി വേണുഗോപാലിനോട് നമുക്കറിയാം, കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് എത്രമാത്രം വേണ്ടപ്പെട്ട ആളാണ് എന്നതറിയാം. ഒരുപക്ഷെ ആ സ്നേഹം കെ സി വേണുഗോപാലിന് തന്നെ തിരിച്ചടിയാകുന്നു. ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആയി വരെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതൊക്കെ ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങാൻ പറ്റുമോ? ഹൈക്കമാൻഡ് അതിന് അനുവദിക്കുമോ? അങ്ങനെ ഒരുപക്ഷെ ആ സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ 3 പേരുടെ മനസ്സിൽ എന്താണോ അത് ഈ തീരുമാനത്തിൽ വളരെ നിർണായകമായി വരുന്നൊരു സാഹചര്യമാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തി. MLA-മാരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ളത് പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള ഒരു വോട്ടിംഗ് ആണ്. ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്വമാണ് UDF-നെ സംബന്ധിച്ച് അവർ കൊടുത്തിരിക്കുന്നത്. അത് പാർട്ടി അണികൾ മാത്രം ചെയ്ത വോട്ടല്ല, അല്ലെങ്കിൽ നിഷ്പക്ഷരായ മനുഷ്യർ മാത്രം ചെയ്തിട്ടുള്ള വോട്ടല്ല. നമുക്ക് പാർട്ടി കോട്ടകൾ വരെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ ഇളക്കം എന്നാണ് എന്നതറിയാം. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ UDF-നെ സംബന്ധിച്ച് കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഏതായാലും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതെ ആരാണ് മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുമോ എന്നത് നോക്കിക്കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.